ഇന്ത്യൻ ടെക്കികൾക്ക് വലിയ തിരിച്ചടി നൽകിയ H-1B വിസ നിരക്ക് കുത്തനെ ഉയർത്തിയ അമേരിക്കൻ നടപടി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അമേരിക്കൻ IT കമ്പനികളിൽ ഇന്ത്യൻ ടെക്കികൾക്ക് അവസരം വെട്ടിക്കുറയ്ക്കുന്നതാണ് ഈ നടപടി. ഇപ്പോഴിതാ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരെയും ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ്. ദീർഘകാലമായി H-1B വിസ പരിധിയിൽ കോളേജുകൾ, നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൽകി വരുന്ന ഇളവ് എടുത്തു കളയാനാണ് നീക്കം. ഇന്ത്യൻ അക്കാദമിക്കുകളെ അടക്കം പ്രതികൂലമായ രീതിയിൽ ബാധിക്കാനിടയുള്ള ഒരു നീക്കമാണ് ഇത്. കോളേജ്, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെയും ഗവേഷകരുടെയും എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്ക പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30-നാണ് അർക്കൻസാസിൽ നിന്നുള്ള ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററായ ടോം കോട്ടൺ വിസ ക്യാപ് എൻഫോഴ്സ്മെന്റ് ബിൽ US സെനറ്റിൽ അവതരിപ്പിച്ചത്. ഈ വിസ ക്യാപ് ബില്ലാണ് ഇപ്പോൾ വിദേശ അധ്യാപകർ അടക്കമുള്ളവരെ, വിശിഷ്യ ഇന്ത്യൻ അക്കാദമിസ്റ്റുകളുടെ ഭാവി തുലാസിലാക്കുന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അമേരിക്കൻ വിരുദ്ധരായ വിദേശ അധ്യാപകർക്ക് രാജ്യത്ത് പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല എന്നും കോളേജ് പ്രൊഫസർമാർ ദുരുപയോഗം ചെയ്തിരുന്ന പഴുതുകൾ അടയ്ക്കുകയാണ് ബിൽ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നും ടോം കോട്ടൺ പറഞ്ഞിരുന്നു. കോളേജുകളും ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും H-1B വിസയുടെ വാർഷിക പരിധിക്കും അപ്പുറം കൂടുതൽ ആളുകളെ ജോലിക്കെടുക്കാൻ ഉണ്ടായിരുന്ന അനുവാദം ഇതോടെ ഇല്ലാതാകും. പ്രതിവർഷം 85,000 H-1B വിസ എന്ന പരിധി അവിടെ ഉണ്ടായിരുന്നില്ല. വിസ ക്യാപ് ബിൽ വരുന്നതോടെ H-1B സ്റ്റാറ്റസ് ഉള്ള വിദേശ ജീവനക്കാരുടെ കണക്ക് തയ്യാറാക്കപ്പെടും. യൂണിവേഴ്സിറ്റി, നോൺ പ്രോഫിറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള ഇളവുകൾ എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. H-1B സ്റ്റാറ്റസിലേക്ക് മാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ കടുപ്പിക്കും. തൊഴിലുടമയെ മാറ്റുമ്പോൾ പുതിയ അപേക്ഷ സമർപ്പിക്കുകയും ഈ അപേക്ഷ പുതിയ കോട്ടയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് പുതിയ വിസ ക്യാപ് എൻഫോഴ്സ്മെന്റ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ബിൽ പാസ്സാകുകയാണ് എങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് ഏർപ്പെടുത്തുന്ന അതേ നിയന്ത്രണങ്ങളുടെ പരിധിയിലായിരിക്കും യൂണിവേഴ്സിറ്റികളും ഗവേഷണ സ്ഥാപനങ്ങളും ഇനി മുതൽ വരിക. ഒപ്പം ഒരു വിദേശ ഫാക്കൽറ്റിയെ ജോലിക്കെത്തിക്കുന്നതിനുള്ള അവരുടെ അവകാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. പുതിയ വിസ ക്യാപ് എൻഫോഴ്സ്മെന്റ് ബില്ലിലെ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ അക്കാദമിക്കുകളെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കും. നിലവിൽ അമേരിക്കയിലെ H-1B വിസ ഹോൾഡർമാരിൽ തന്നെ 70% ഇന്ത്യക്കാരാണ് മുന്നിൽ. അതിൽ തന്നെ കൂടുതൽ പേരും അധ്യാപന മേഖലകളിലും ഗവേഷണ മേഖലകളിലുമാണ്. ഇത്തരക്കാരെ ഈ നിയമം പ്രതികൂലമായി ബാധിക്കുകയും അമേരിക്കൻ ജോലി സ്വപ്നം കാണുന്ന അക്കാദമിക്കുകളുടെ സ്വപ്നങ്ങൾ തകരുകയും ചെയ്യും. ഇന്ത്യക്കാരായ അക്കാദമിക്കുകളുടെ അമേരിക്കൻ കുടിയേറ്റത്തെ ഇത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. 65,000 H-1B വിസയാണ് ഓരോ വർഷവും കമ്പനികൾക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. 20,000 വിസ US-ൽ ബിരുദാനന്തര ബിരുദമോ ഗവേഷണമോ പൂർത്തിയാക്കിയവർക്കാണ് നൽകിയത്. IT കമ്പനികൾക്ക് 65,000 വിസ എന്ന പരിധിയുണ്ടെങ്കിലും പോസ്റ്റ് ഡോക്ടറൽ, ഗവേഷണം, ഫാക്കൽറ്റി തസ്തികകളിലേക്ക് H-1B ജീവനക്കാരെ നിയമിക്കുന്നതിൽ സർവകലാശാലകൾക്ക് ഇളവുണ്ട്. നിലവിലെ നിയമപ്രകാരം സർവകലാശാലകൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും വാർഷിക H-1B വിസ പരിധിയില്ലാതെ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ കഴിയും. വർഷത്തിൽ ഏത് സമയത്തും H-1B വിസ അപേക്ഷകൾ സമർപ്പിക്കാനും അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ജീവനക്കാരന് വാർഷിക വിസ ഫീസ് പൂർണ്ണമായി ഒഴിവാക്കി ജോലി ആരംഭിക്കാനും സാധിക്കുമായിരുന്നു. എന്നാൽ വർഷം തോറും നൽകുന്ന H-1B വിസകളിൽ വളരെ കുറച്ചു മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തമാക്കാറുള്ളൂ. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, മിഷിഗൺ യൂണിവേഴ്സിറ്റി, സെന്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ വർഷം ജൂൺ 30 വരെ ലഭിച്ചിരിക്കുന്നത് ആകെ 1471 വിസയാണ്. വിദേശ IT ജീവനക്കാർക്കുള്ള H-1B വിസ പുതുക്കാനുള്ള ഫീസ് $1,00,000 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ ബില്ല് കൂടി വരുന്നത്. ബില്ലിനെ US-ലെ അക്കാദമി രംഗത്തുള്ളവർ എതിർക്കുമെന്നാണ് സൂചന. വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റത്തിന് ഏറെക്കാലമായി എതിര് നിൽക്കുന്നയാളാണ് ടോം കോട്ടൺ. H-1B വിസകൾ അമേരിക്കൻ ജീവനക്കാർക്ക് ദോഷം ചെയ്യുമെന്നും അമേരിക്കൻ ആശയങ്ങൾക്ക് എതിരാണ് എന്നും വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. വിസ ക്യാപ് ബിൽ കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും സെനറ്റിൽ പാസാക്കപ്പെടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്.